നമ്മുടെ പുഴയ്ക്കൽ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാ മതി. അവിടുന്ന് കാണാമെന്നേ. വേഗം വാ, ചടങ്ങ് ഇപ്പൊ തുടങ്ങും. നീ ഇവിടെ നിൽക്കുവാണോ? ചെക്കനെ കൂട്ടർ എത്താറായി. പെണ്ണിന്റെ ഒരു കിനിയും കഴിഞ്ഞില്ലേ? ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. മനസ്സമ്മത്തിന് എങ്ങനെയാണെങ്കിൽ കെട്ടിന്റെ എന്താവും? പണ്ടെങ്ങാണ്ട് പഠിക്കാൻ വിട്ടോ? 8 വരെ പോയി 8 തോറ്റ്. എന്ത് എടാ ജോർജ്, എന്താ എടാ എല്ലാം ഓക്കെ ആണോ? അച്ഛാ സാധാരണ രാവിലെ തന്നെ ഞാൻ എത്തിച്ചു. ചിക്കൻ ബീഫ് ഇപ്പം കൊടുത്തേ ഉള്ളൂ. ഇവരൊക്കെ രാവിലെ അടി തുടങ്ങിയില്ലേ? ചേട്ടാ ഞാൻ ഉദ്ദേശിച്ച മനസ്സമ്മതത്തിന്റെ കാര്യമാണ്. സമാധാനമുണ്ടല്ലോ ഞാൻ. വേഗം വാ, ചടങ്ങ് ഇപ്പൊ തുടങ്ങും. അച്ഛാ ഞാൻ ഗ്ലാസ് വെച്ചിട്ട് ഇപ്പം ഗ്ലാസ് അപ്പൊ പോവല്ലേ? എവിടെ പോവാ? ഇതൊക്കെ കുറെ സമയം പിടിക്കും. നമ്മുടെ വിക്കറ്റല്ലേ നടത്തുന്നത്. എടാ ജോർജ്, വരാച്ചായാ വാ. കുഞ്ഞാടുകളെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ചക്കാലക്കൽ ആൻഡോമകൾ അന്നമയും ഒന്നുമില്ല ചായ, ടെൻഷൻ അടിക്കണ്ട. കറിയാച്ചൻ മകൻ ചാണ്ടിയുടെയും മനസമ്മതത്തിനാണ്. പൂവത്തിങ്കൽ കറിയാച്ചൻ മകൻ ചാണ്ടിയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. ഈ കൊച്ചിനെ കിട്ടിയതേ നമ്മുടെ മോന്റെ ഭാഗ്യ. ഇവൻ ഇതിനേക്കാൾ നല്ല പെണ്ണിനെ കിട്ടിയനെ. നമ്മുടെ ചാണ്ടിക്കുഞ്ഞെ തങ്കക്കുടമ, തങ്കക്കുടം. ചക്കാലക്കൽ ആൻഡോമകൾ അന്നമ്മയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. ഇനി നമുക്ക് മോതിരമാറ്റ ചടങ്ങുകളിലേക്ക് കടക്കാം. ഓ ഡോണ്ട് ഡു കൺട്രോൾ. ഒരാഴ്ച കൂടി കൺട്രോൾ ചെയ്യൂ. ഇനി എനിക്ക് മൊത്തത്തിലൊന്ന് അഴിച്ചു പണിയണം. ചടങ്ങുകൾ പൂർത്തിയായി. ഇനി നമുക്ക് ഭക്ഷണത്തിലേക്ക് കടക്കാം. വേഗം ഇതൊക്കെ കൊണ്ടുപോയി വെക്കടാ. ഭക്ഷണം തീർന്നു പോകും. ആള് കൂടുതലാണ്. ബിരിയാണി ഇഷ്ടമാണോ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ചോദിച്ചുകുട്ടി? ചേച്ചിയുടെ മനസ്സമ്മതത്തിനെങ്കിലും നിനക്ക് മര്യാദക്കിരുന്നു കൂടെ? താൻ പോടോ. കർത്താവേ, എന്ത് ദൈവഭയത്തോടു കൂടിയാണ് ആൻഡോ അവനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അച്ചോ ഭക്ഷണം. ഓ വാടാ വാടാ, തീർന്നു പോകും. അതെ, ഇത് എത്ര പവന്റെയാ? ഇതെന്തിനെ നാണിക്കുന്നേ? നാണൊക്കെ ഞാൻ മാറ്റും. ഇതിപ്പോ പള്ളിപ്പറമ്പായി പോയോണ്ടാ, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു. ഇതൊക്കെ നോക്കി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ സംസാരിച്ചിട്ടാണ് മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ പോകേണ്ടത്. ഇതിനൊക്കെ നാണിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ കല്യാണം കഴിഞ്ഞതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. സ്പെഷ്യൽ കോച്ചിങ് എടുത്തിട്ടുണ്ട്. അവര് നമ്മളെ നോക്കി എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ. നീ ചിരിച്ചോ? എന്തായി ചേട്ടായി നമ്മുടെ കാറിന്റെ കാര്യം? ബുക്ക് ചെയ്തിട്ടുണ്ട്. കേട്ടിന്റെ അന്ന് അവള് വരുന്നത് അതിലായിരിക്കും. അത് നന്നായി.
സ്വർണം പിന്നെ ചേട്ടായി നോക്കിയേ വാങ്ങുമെന്ന് എനിക്കറിയാം. പിന്നെ ക്യാഷ് അത് കല്യാണത്തിന് അന്ന് മതി. ചേട്ടാ എനിക്ക് അത്ര വിശ്വാസ. അച്ചായ ടെൻഷൻ അടിക്കണ്ട അച്ചായ. കാറുണ്ട്, 20 ലക്ഷം ക്യാഷ് ഉണ്ട്, 101 പവൻ സ്വർണ്ണം ഉണ്ട്, പിന്നെ ഞങ്ങളുടെ സുന്ദരി പെണ്ണും ഉണ്ട്. നീ ഇരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇരിക്കും. എന്തൊരു സുഖം. ആ ചേച്ചി പറഞ്ഞു കേട്ടില്ലേ, ഇങ്ങോട്ട് ഇരി. പെണ്ണന്റെ മടിയിരുന്ന് ഫോട്ടോ എടുക്കുന്നു. ചിരിക്ക. ഓ ഈ പെണ്ണിന്റെ ഒരു കാര്യം, അവൻ തൊട്ടവളങ്ങ് അലിഞ്ഞു പോവോ? ഇങ്ങനെ നാണിച്ചിരുന്ന എങ്ങനെയാ? ആ ചെക്കനെ ന്യൂജിയാ. അത് നിനക്കെങ്ങനെ അറിയാം? അവന്റെ താടി കണ്ട് അറിയില്ലേ? അതെ, കുൽഫി ഇഷ്ടമാണോ? ബിരിയാണി ഉണ്ട്. എനിക്കിഷ്ട. വാങ്ങിച്ചു കേട്ടോ ഒരുപാട്. എടാ മൈക്കിളെ, നിന്റെ മദ്യപാനം കൂടുതലാണ്. നിനക്കും മദ്യപാനം കൂടുതലാണ്. അച്ഛൻ ഞാൻ കരയൊന്ന് എഴുന്നേറ്റ് പോവാവൂ. ഞാൻ ഈ ഇടവക വികാരിയാണ്. ഞാൻ ഇടയിലിരിക്കും. അച്ഛാ, അച്ഛനടുത്ത അച്ഛൻ സമയമുണ്ട് അച്ഛാ. എന്തിനാണ്? എനിക്ക് അച്ഛനടുത്ത് പേഴ്സണലായിട്ടൊന്ന് കുമ്പസരി. നീ ഒരുമാതിരി വെള്ളം ഒടിച്ചോണ്ട് കുമ്പസാരക്കൂടിന്റെ പരിസരത്ത് വന്നു പോകരുത്. അച്ഛൻ അങ്ങനെയൊന്നും എന്നെ കുറ്റം പറയരുത്. പണ്ട് കാനഡയിലെ കല്യാണത്തിന് കർത്താവ് വീഞ്ഞു കൊടുത്തതാ. കാനഡ അല്ലടാ, കാനായി. അപ്പൊ മുക്കറിയിടുവോ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ചേട്ടായി. അപ്പൊ ശരി, കാണാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കല്യാണത്തിന് കാണാം. ആ മോളെ, ഇവരിറങ്ങാം. പോടാ. ഓക്കെ. ഇനി ഒരാഴ്ചയോടെ ഫോൺ എടുക്കണം. ഞാൻ ഈടോ, പോയിട്ട് വരും. അമ്മച്ചി, അമ്മച്ചി എന്ത് പറ്റി? എന്താ ആന്റി? അമ്മച്ചി എന്തിനാ കരയുന്നേ? അമ്മച്ചി, അച്ചായ, നമുക്ക് വഴിയുണ്ടാക്കാം. പപ്പ, പപ്പ, പപ്പ എന്ത് പറ്റി? അമ്മച്ചി കരയുന്നുണ്ടല്ലോ. എന്താ സംഭവിച്ചത്? എന്താ അങ്കിൾ? പപ്പ പറ പ്ലീസ്, പറ പപ്പ പ്ലീസ് പറ. കർത്താവേ, ബ്രേക്ക് ഇല്ലേ? ആ കപ്പി ആ ഒരു ബ്രേക്ക് കഴിച്ചു കാണും. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സുഖം തന്നെയല്ലേ? ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. അല്ല, സ്ഥിതിയായിരിക്കട്ടെ. ആ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താണ് അവിടെ ആകെ ഒരു ബഹളം? ആ ചാണ്ടിയെ കുറിച്ച് അച്ഛൻ എന്താ അഭിപ്രായം? അവൻ നല്ല തങ്കപ്പെട്ട പയ്യനല്ലേ? സിഗരറ്റ് വലിക്കില്ല, കുടിക്കില്ല, നല്ല വിദ്യാഭ്യാസം, സുന്ദരൻ, എല്ലാം കൊണ്ട് നമ്മുടെ അന്നമ്മക്ക് ചേർന്നൊരു പയ്യൻ ആണല്ലോ. അതെ. എന്നാലേ അവന് നല്ല മുങ്ങി. മുങ്ങിയോ? ആ, വീട്ടിലൊരു കത്തെഴുതി വെച്ചിട്ട് അവനങ്ങ് മുങ്ങി. എന്നാലും എന്റെ കുഞ്ഞിനെ ഗതി വന്നല്ലോ. അവക്ക് താങ്ങാൻ പറ്റില്ല. ഓ, എനിക്ക് ഉറപ്പാ അവളിപ്പം പൊട്ടി പൊട്ടി കരയായിരിക്കും. അത്രേ ഉള്ളൂ. ഞാൻ പേടിച്ചു പോയി. ചാണ്ടിക്ക് കളി കുറച്ച് കൂടുതലാ. എല്ലാരും ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. അല്ല മോളെ, അവൻ ശരിക്കും പോയി.
എന്തെങ്കിലും അച്ഛൻ പറഞ്ഞൊരു മോഡവല്ല സംഭവിക്കും. വാച്ച മോളെ അപ്പച്ചൻ പ്രേക്ഷകരോട് സംസാരിക്കട്ടെ. മോളെ പറഞ്ഞ പോലെ അവൻ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ചേട്ടായിയല്ലേ പറഞ്ഞ അവൻ കത്തെഴുതി വെച്ചിട്ടാണ് പോയെന്ന്. ഒന്നും മിണ്ടാതിരിടാ കുരുത്തം കെട്ടവൻ. അപ്പൊ നമ്പരായിരുന്നല്ലേ. മോളെ, വേണ്ട. എല്ലാരും ഒന്ന് പോയി തന്നാ മതി. മോളെ അപ്പച്ചൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, പപ്പ പറഞ്ഞത് കേട്ടതിനാ എനിക്ക് കിട്ടിയത്. ആൻഡോ ആ. മാർ മോളെ അന്നമ്മേ, ഇത് മോളച്ചനാണ് പറയുന്നത്. മകളെ, പിതാവിന്റെ വാക്കുകൾ ധിക്കരിക്കുന്നത് പാപമാണ്. അത് ദൈവം പൊറുക്കില്ല. നീ വാതിൽ തുറന്ന് പുറത്തു വരൂ. നിന്റെ വിഷമങ്ങൾ പങ്കുവെക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ കാത്തിരിക്കുകയാണ്. മകളെ, നീ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാനത് കൂട്ടിപ്പൊളിക്കും. തുറക്കാനാണ് പറഞ്ഞത്. എന്നെ കൊണ്ട് അത് ചെയ്യരുതാ. എടോ, അകത്ത് കയറി തന്നെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ആൻഡോ, രണ്ടു മക്കളെയും വളരെ ദൈവഭയത്തോടു കൂടിയാണ് വളർത്തിയിരിക്കുന്നത്. മോളെ നീ എന്തെങ്കിലും ഒന്ന് പറ. വേണമെങ്കിൽ അപ്പച്ചനെ ചീത്ത വിളിച്ചോ. എന്നാലും മിണ്ടാതിരിക്കല്ലേ പോലെ. അപ്പച്ചന് പേടിയായിട്ടാ. എനിക്ക് അവളിന്റെ വല്ല അവ്യോഗവും കാണിക്കുവോ? ഞാൻ സംസാരിക്കും. മോളെ അന്നമ്മ, അലമാരയുടെ മുകളില് എലിവിഷം വെച്ചിട്ടുണ്ട്. എന്റെ മോക്കതെടുത്ത് കുടിക്കാൻ തോന്നും, പക്ഷെ എന്റെ മോളെടുത്ത് കുടിക്കരുത്. നിന്റെ ജോർജ് എത്താനെ പറയണ. ഈശോ, ജോജി, എന്ത് പറ്റി മോനെ? ജോജി മോനെ, എടുക്ക് എടുക്ക്. എന്നെ നോക്കി നിൽക്കാതെ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൂ. എടുക്ക് മോനെ. ഒന്നുമില്ല. ജോർജ്, അച്ഛനെന്തോ കുഴപ്പങ്ങൾ. ഒരു പോക്കളെയും വിളിക്കായിരുന്നു.